നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ BSc നഴ്സിംഗിന് വേണ്ടി LBSലുള്ള കോളേജുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഗവൺമെൻറ് കോളേജുകൾ, CPASന്റെ കോളേജുകൾ, CAPE കോളേജുകൾ, സിമെറ്റിൻ്റെ കോളേജുകൾ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. 2024 LBS വഴി ഉണ്ടായിരുന്ന കോളേജുകളുടെ ലിസ്റ്റാണ് ഇത്. 2025 പുതിയ കോളേജുകൾ വരികയാണ് എങ്കിൽ അതിൻ്റെ ലിസ്റ്റ് LBSന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇത് ഗവൺമെൻറ് കോളേജുകളുടെ ലിസ്റ്റാണ്. 14 ജില്ലകളിലും BSc നഴ്സിംഗിന് വേണ്ടി ഗവൺമെൻറ് കോളേജുകൾ ഉണ്ട്. ഗവൺമെൻറ് കോളേജുകളിലെ ഫീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന ജനറൽ OBC EWC വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 23,170 രൂപ വീതം ഓരോ വർഷവും നൽകണം. 4 വർഷം ഈ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. SC ST OEC ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഫീസ് നൽകേണ്ട. അവർക്ക് ഗ്രാൻസ് സ്കോളർഷിപ്പ് വഴിയാണ് അവരുടെ ഫീസും മറ്റ് ചെലവുകളുമൊക്കെ ലഭിക്കുന്നത്. ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് LBS വഴിയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. മലബാർ ക്യാൻസർ സെന്ററിന്റെ കീഴിൽ ഒരു കോളേജാണ് ഉള്ളത്. ആ കോളേജിൽ NRI സീറ്റുണ്ട്. LBSലുള്ള കോളേജുകളിലെ NRI സീറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകുന്നതോടൊപ്പം തന്നെ NRI ഡോക്യുമെന്റ്സുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അടുത്തത് സിമെറ്റിന്റെ കോളേജുകളാണ്. സിമെറ്റിന്റെ കോളേജുകളിലെ അഡ്മിഷന് വേണ്ടി LBS വഴിയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. സിമെറ്റിന്റെ വെബ്സൈറ്റ് വഴി പ്രത്യേകം ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നതല്ല. സിമെറ്റിന്റെ കോളേജുകളിലും NRI സീറ്റുകൾ ഉണ്ട്. അടുത്തത് CPASന്റെ കോളേജുകളാണ്. CPASന്റെ കോളേജുകളിലെ പകുതി സീറ്റുകൾ മാത്രമാണ് LBS വഴി ഫില്ല് ചെയ്യുന്നത്. ബാക്കി പകുതി സീറ്റുകൾ CPASന്റെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചാണ് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് CPASന്റെ കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ LBSലും ആപ്ലിക്കേഷൻ നൽകണം. CPASന്റെ വെബ്സൈറ്റിലൂടെയുള്ള ആപ്ലിക്കേഷൻ ആരംഭിക്കുമ്പോൾ അതിലൂടെയും ആപ്ലിക്കേഷൻ നൽകണം. CPASന്റെ കോളേജുകളിലും NRI സീറ്റുകൾ ഉണ്ട്. അടുത്തത് CAPE കോളേജാണ്. ഒരു കോളേജാണ് LBSലൂടെ ഉള്ളത്. അവിടെയും NRI സീറ്റ് ഉണ്ട്. അടുത്തത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ലിസ്റ്റാണ്. ഈ കോളേജുകളുടെയൊക്കെ മുഴുവൻ സീറ്റിൽ പകുതി സീറ്റുകൾ മാത്രമാണ് LBS വഴി ഫില്ല് ചെയ്യുന്നത്. ബാക്കിയുള്ള സീറ്റുകൾ AIMSS FNCK എന്ന അസോസിയേഷൻ വഴിയും PNC MIK എന്ന അസോസിയേഷൻ വഴിയുമാണ് ഫില്ല് ചെയ്യുന്നത്. ഈ കോളേജുകളിൽ LBS വഴി അഡ്മിഷൻ ലഭിക്കുന്ന SC ST OEC ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഫീസിൽ ഇളവ് ലഭിക്കുന്നതാണ്. ജനറൽ OBC EWC വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് മുഴുവൻ ഫീസും നൽകണം. LBS വഴി നൽകുന്ന ഫീസ് തന്നെയാണ് AIMSS FNCK വഴിയും PNC MIK വഴിയും അഡ്മിഷൻ ലഭിച്ചാലും നൽകേണ്ടത്. ഡൊണേഷൻ നൽകേണ്ട ആവശ്യമില്ല. ഇവിടെ ചില കോളേജുകളിലൊക്കെ റെഡ് കളറിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. ആ കോളേജുകളിലൊക്കെ ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട്. അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് അവരുടെ കാസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇത് പാലക്കാടുള്ള കോളേജുകളുടെ ലിസ്റ്റാണ്. ഇതിൽ ഒരു കോളേജിൽ മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ കോളേജിൽ മുസ്ലിം കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട്. ഈ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി മുസ്ലിം കാറ്റഗറിയിലുള്ള കുട്ടികൾ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ അവരുടെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇത് മലപ്പുറത്തുള്ള കോളേജിന്റെ ലിസ്റ്റാണ്. ഇവിടെയും മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റി സീറ്റ് ഉണ്ട്. ഇത് കോഴിക്കോടുള്ള കോളേജിന്റെ ലിസ്റ്റാണ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെ 14 ജില്ലകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഉണ്ട്. ജൂൺ 7-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ നൽകുവാനുള്ള സമയം. ജൂൺ 4-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ ഫീസ് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ജൂൺ 4-ാം തീയതിക്ക് മുൻപായിട്ട് ആപ്ലിക്കേഷൻ നൽകണം. ജൂൺ 7-ാം തീയതി വരെ മറ്റു ഡോക്യുമെന്റ്സുകളൊക്കെ അപ്ലോഡ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുവാനായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും കൊടുത്ത് ഫീസ് കൺസെഷനും സീറ്റ് റിസർവേഷനും ലഭിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകളും അപ്ലോഡ് ചെയ്യുവാനുള്ള സമയമാണ്. ജൂൺ 7-ാം തീയതിക്ക് ശേഷം അപ്ലൈ ചെയ്ത ഓരോ കുട്ടികളുടെയും ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ LBSന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ചില കുട്ടികൾക്ക് റിജക്ഷൻ വരാറുണ്ട്. അങ്ങനെ റിജക്ഷൻ വരുന്നവർക്ക് അത് കറക്റ്റ് ചെയ്യുവാനായിട്ടുള്ള കറക്ഷൻ ടൈമും തരുന്നതാണ്. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷമാണ് കോളേജ് ഓപ്ഷനുകൾ കൊടുക്കാനുള്ള സമയം തരുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ നിന്നും താല്പര്യമുള്ള കോളേജുകൾ എല്ലാം ഓപ്ഷനായിട്ട് കൊടുക്കുവാൻ സാധിക്കും. ഒരു കുട്ടിക്ക് ഗവൺമെൻറ് കോളേജുകളും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും സിമെറ്റിൻ്റെ കോളേജുകളും CAPE കോളേജുകൾ, CPASന്റെ കോളേജുകൾ അങ്ങനെ താല്പര്യമുള്ള എല്ലാ കോളേജുകളും ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. എത്ര കോളേജുകൾ ഉൾപ്പെടുത്താം എന്നതിന് ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ മുഴുവൻ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ ഒരു കുട്ടിക്ക് തന്നെ BSc നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും എല്ലാം ഓപ്ഷനായിട്ട് കൊടുക്കാം. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. LBSൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് CPAS വഴിയും AIMSS FNCK PNC MIK വഴിയും ആപ്ലിക്കേഷൻ നൽകാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.